സഫാരി പാർക്കിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. സഫാരി പാർക്ക് നമ്മൾ എൻട്രൻസ് കയറി. സഫാരി ഡ്രൈവ് ത്രൂലാണ് നമ്മൾ പോകേണ്ടത്. അതെ, ടൈം സ്ലോട്ട് ഓൺലി കീപ് ലെഫ്റ്റ്. ടൈം സ്ലോട്ട് ഉണ്ടോ? നമുക്ക് ടൈം സ്ലോട്ട് ഉണ്ടോ നോക്കി പണി കിട്ടുമോ ഗൈസ്? ടൈം സ്ലോട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ടൈം സ്ലോട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. നമ്മൾ ടിക്കറ്റ് എടുത്തു, പക്ഷെ ടൈം സ്ലോട്ട് ഉണ്ടോ എന്ന് അറിയില്ല. സഫാരി ലീഷർ പാർക്ക്. കാർ ബ്രേക്ക് ഇട്ടു ഗൈസ്. സഫാരി ഡ്രൈവ് ത്രൂ. ഇവിടെ നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. കുറേ ആനിമൽസും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് ഡ്രൈവ് ത്രൂവിൻ്റെ അവരുടെ തന്നെ വണ്ടിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തും പോകാൻ പറ്റും. കുറേ പാർക്കിങ്ങിൽ കുറേ കാറുകളുണ്ട്. ഒത്തിരി ആൾക്കാർ സഫാരി കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചൂസ് ചെയ്തേക്കുന്ന ഓപ്ഷൻ ഡ്രൈവ് ത്രൂ ആണ്. നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്കപ്പം സഫാരി ഫുള്ള് കറങ്ങി കാണാൻ പറ്റും. നമുക്ക് അവിടുത്തെ വണ്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നിടത്തൊക്കെ നമുക്ക് നിർത്തി കണ്ട് പോകാൻ പറ്റും. നമുക്ക് മുന്നിലുള്ള വണ്ടികൾ പോയാലേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ചിലപ്പം മുന്നിലുള്ള ആൾക്കാർക്ക് കുറച്ചധികം എൻജോയ് ചെയ്യണമെന്നുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ സഫാരി പാർക്കിൽ ഒത്തിരി ആനിമൽസ് ഉണ്ട്, മൃഗങ്ങളുണ്ട്. ഇപ്പോൾ ഇവരെയൊക്കെ നമുക്ക് അറിഞ്ഞൂടല്ലോ ഇതൊക്കെ ഏത് രാജ്യത്തു നിന്ന് വന്ന ആനിമൽസാണ്. ചില ആനിമൽസിൻ്റെ പേര്, മൃഗങ്ങളെ പേര് നമുക്ക് അറിഞ്ഞൂടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഓരോന്നിൻ്റെ പേരും എഴുതി ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ അടച്ചിട്ടിട്ടല്ലല്ലോ വെച്ചേക്കുന്നേ. അപ്പോൾ ഇവർ ബോറടിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ എഴുതിയിട്ട് നമ്മളതല്ലല്ലോ കാണുന്നത് എന്ന് നമുക്ക് തോന്നും. സംഭവം എന്ന് വെച്ചാൽ ഇവർ സ്വൈര്യ വിഹാരത്തിന് വിട്ടേക്കാണ്. ലോക്ക്ഡ് അല്ല, ഒരു സാധനം ലോക്ക്ഡ് അല്ല, ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ ഇവർ അപ്പുറം ഇപ്പുറമൊക്കെ മാറി നിൽക്കും. അങ്ങനെ കുറച്ച് രസകരമായ അമളികളൊക്കെ ഞങ്ങൾക്ക് ഈ യാത്രക്കിടയിൽ പറ്റിയായിരുന്നു. കുറച്ച് പണികളൊക്കെ കിട്ടി. നമ്മൾ വിചാരിച്ചു ഇത് ഈ ആനിമൽ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതായിരുന്നില്ല. കാരണം കുറച്ച് അപ്പുറത്തേക്ക് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഞാൻ ഓർത്തു പശുവായിരിക്കുമെന്ന്. നമ്മൾ വണ്ടികൾ കണ്ടോ, ആ വഴി കണ്ട് പോകുന്നുണ്ട്. കുറച്ചധികം സമയം എടുക്കും പോകാനായിട്ട്. എന്തോ നമ്മൾ കണ്ട ആനിമൽ ഇതാണ്. ഇതിനെ ഞാൻ വിചാരിച്ച് ഇതെന്താണ്, കാളയാണോ പശുവാണോ എന്നൊക്കെ വിചാരിച്ചു. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഏത് ആനിമലാണ്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും മനസ്സിലായില്ല. കൊമ്പുണ്ട്. ഡിയറാണോ എന്ന് വെച്ചാൽ ഡിയറല്ല, എന്നാൽ പശുവല്ല, കാളയല്ല. എന്ത് ആർക്കെങ്കിലും അറിയോ ഇത് എന്ത് അനിമലാണെന്ന്? അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. നമുക്ക് അതിൻ്റെ ദൂരത്ത് ഒരെണ്ണത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടും സെയിം അനിമലാണ്. പക്ഷേ പറഞ്ഞ പോലെ തന്നെ പേരെഴുതിയ ബോർഡ് എവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തല്ല ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരാരാന്നുള്ളതിൽ നമുക്ക് സംശയമാണ്. അടുത്തായിട്ട് നമ്മൾ കണ്ട പശുക്കുട്ടന്മാരെയാണ് കേട്ടോ. കച്ചിലൊക്കെ ഉണ്ട്. ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ടാണ് കച്ചിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇവർ മറ്റേ തൂണുകൾ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ അടച്ചിട്ടേക്കുന്നില്ല, തൂണുകൾ പോലെ വെച്ചിട്ടുണ്ട് അവർക്ക് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് നമ്മൾ കുറച്ചധികം മുന്നോട്ട് പോയപ്പോഴത്തേനാണ് സീബ്ര കുട്ടന്മാരെ കണ്ടത്. ഗ്രേവി സീബ്ര എന്നാണ് ഈ സീബ്ര കുട്ടന്മാരുടെ പേര്. അപ്പം ഇവരുടെ ബോർഡിൻ്റെ അടുത്ത് സീബ്ര കുട്ടന്മാരുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ. സീബ്രക്കുട്ടന്മാരെ നമ്മൾ അവരുടെ ബോർഡിനടുത്ത് ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ ഓർത്ത് സീബ്രക്കുട്ടന്മാർ എന്ത് ചെയ്യും, സീബ്രക്കുട്ടന്മാരുടെ ബോർഡാണല്ലോ അവിടെ ഉള്ളതെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണ്ടാമൃഗം കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ കാണ്ടാമൃഗം കുഞ്ഞുങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഹിപ്പോയാണ് അവിടെ നമ്മൾ കണ്ടത്. ഹിപ്പോ ആണോ റൈനോ ആണോ എന്ന് എനിക്ക് എപ്പോഴും സംശയമാണ്. ഹിപ്പോ അല്ല, ഇത് റൈനോ ആണ്. റൈനോ കുട്ടന്മാരെയാണ് നമ്മൾ കണ്ടത്. റൈനോ കുട്ടന്മാരെ നമ്മുടെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവിടെ പല പ്രകടനങ്ങളും കാഴ്ചവെച്ചു. പല പോസുകളും അവർ ചെയ്തു. അപ്പോൾ ഇവർ എന്നാന്ന് വെച്ചാൽ സ്വൈര്യ വിഹാരമാണല്ലോ. അപ്പോൾ ഇവർ നമ്മുടെ അടുത്തോട്ടൊക്കെ വരും. കണ്ടോ അതിൻ്റെ കൊമ്പ് ഉണ്ടോ. അപ്പോൾ ഇവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ മുമ്പിൽ തന്നെ ഈ സഫാരി പാർക്കുകാരുടെ തന്നെ സ്വന്തം വണ്ടിയും കിടപ്പുണ്ട്. അന്നേരം ഇവർ നമ്മളെ വഴിയിൽ ലൈക്ക് ഇങ്ങനെ ക്രോസിന് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ വണ്ടികളുണ്ട്. ആ വണ്ടികൾ വന്നിട്ട് ഹോൺ അടിപ്പിച്ചും മറ്റുമൊക്കെ ലൈക്ക് അവർക്കറിയാമല്ലോ എങ്ങനെയാണ് ഇവരെ ഇതാക്കേണ്ടതെന്ന്. ഇവർ പോസ് ചെയ്യുന്നുണ്ടോ നമുക്ക് വേണ്ടിയിട്ട്. റൈനോ കൂട്ടന്മാർ പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, അയ്യോ എന്നതാണോ അല്ലേ, വലിപ്പമുണ്ട്, നല്ല വലിപ്പമാണ്. റൈനോക്കുട്ടന്മാരെ അവർ മാറ്റി തന്നു. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് കോങ്കോ ബഫല്ലോ.
ബഫലോ കുട്ടന്മാരെയാണ് അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ സീബ്ര കുട്ടന്മാരെ കണ്ടില്ല കേട്ടോ, അവർ സ്ഥലം മാറി നിൽക്കുവാണേ. കിട്ടി നമ്മൾ സീബ്ര കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അവർ കുറച്ചധികം മാറി നിൽക്കുമായിരുന്നു, അവർക്ക് ജാടയാണ് കേട്ടോ, അതുകൊണ്ട് അവർ ഇച്ചിരി ഒളിച്ച് മാറിയൊക്കെ നിൽക്കുമായിരുന്നു. എന്നെ ഭംഗിയെന്നറിയോ സീബ്ര കുട്ടന്മാരെ കാണാനായിട്ട്, സൂപ്പറായിരുന്നു. സൂപ്പർ സീബ്രാസ്. നോക്കിക്കേ, ഇവരൊക്കെ കഴിക്കുന്നു, പുല്ല് തിന്നുവാ. സീബ്ര എന്ത് തിന്നും? പുല്ല് തിന്നും. അറിഞ്ഞൂടാത്തൊരു കണ്ടോളൂ സീബ്ര. അയ്യോ, നമുക്ക് പോസ് ചെയ്യുന്നുണ്ടോ, ഓട്ടി വരുന്നുണ്ടോ സീബ്ര. എന്നെ ഭംഗിയാ നോക്കണേ, മണ്ടി നടക്കുന്ന സീബ്ര കുട്ടൻ. ഇത് വയ്യ, പതുക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. മറ്റേതാണ് അതിൻ്റെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സീബ്രയെ കാണുന്നത്. കുഞ്ഞിലേ കണ്ടിട്ടുണ്ടാകണം, പക്ഷേ ലൈക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നു. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വാട്ടർ ബഗ്, എലിപ്സൺ വാട്ടർ ബഗ് എന്ന് പറയുന്ന ഒരു, എനിക്ക് തോന്നുന്നു ഡിയർ ഫാമിലിയിലുള്ളതാണെന്ന്. അതിനെയാണ് നമ്മൾ അടുത്ത ബോർഡ് കണ്ടേക്കുന്നത്. പ്രതീക്ഷിക്കുന്നു അതിനെ നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന്. ഇവർ അതന്നെ സാധനത്തിൽ തന്നെ നമ്മൾ കണ്ടു, കൊമ്പൊക്കെ കണ്ടില്ലേ. ഈ ബുള്ളിൻ്റെയും ഡിയറിൻ്റെയും ഒക്കെ ഒരു ശരീരപ്രകൃതിയാണ് എനിക്ക് അതിന് തോന്നിയേക്കുന്നത്. സ്നേഹിക്കുന്നു. അയ്യോ, ലവ് സീൻ നിങ്ങൾ കാണുന്നുണ്ടോ? ബട്ടർഫ്ലൈസ് ലവ് സീൻ. അവരതിനും ഞങ്ങൾ സമ്മതിക്കില്ല, അത് നമ്മൾ അമ്മയും മോനോടെ ഭാര്യ ആരാണെന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബട്ടർഫ്ലൈസ് ചിലപ്പോ ലിവിങ് ടുഗദർ ആയിരിക്കും. വണ്ടികൾ കുറച്ചധികം കൂടുതലാകാൻ തുടങ്ങി, കാരണം അവർ മുമ്പിലുള്ള കാഴ്ചകൾ കണ്ട് വൈകിയല്ലേ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പതുക്കെയായി ഞങ്ങളുടെ യാത്ര പതിയെ നോക്കി പോവുകയാണ്. അപ്പം നമ്മൾ സൈഡിൽ ജിറാഫ് തലയിട്ട് നോക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ജിറാഫിനൊക്കെ പൊക്കം കൂടുതലായിട്ട് നമുക്കിത് കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ അപ്പുറത്തെ വശത്ത് വരുമ്പോഴായിരിക്കും ജിറാഫിനെ നമുക്ക് ഒത്തിരി അടുത്ത് കാണാൻ പറ്റുക. പിന്നെ നമ്മുടെ യാത്ര മന്ദഗതിയിലായി, കാരണം മുന്നോട്ട് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇതെന്താണിത്? ഒട്ടകപ്പക്ഷി. ഇത് ഒട്ടകപ്പക്ഷിയാണോ ഗൈസ്? ഇതിന് മുട്ടയാണോ? വലിയ മുട്ട. എന്താണല്ലോ ഇതിൻ്റെ ബോർഡൊന്നും കാണുന്നില്ല, ഇത് സൗകര്യമായിട്ട് വേരിക്കുകയാണ്, വണ്ടികൾ കൂടുതലാണ്. ബോർഡ് കണ്ടെത്തി, ഓസ്ട്രിച്ചാണ്. പക്ഷെ ബോർഡിൻ്റെ അടുത്തൊന്നും നിന്നില്ല, അതിനിഷ്ടമുള്ളിടത്താണ് അത് നിന്നത്. ഇങ്ങനെ ഒട്ടകപ്പക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാണിക്കുന്നുണ്ട്. ഒരെണ്ണത്തിനെയാണ് ഇവിടെ കണ്ടേ, മറ്റുള്ളതൊക്കെ വേറെ സ്ഥലത്ത് പോയി സ്വൈര്യമായി വിഹരിക്കുകയായിരിക്കണം. അടുത്തായിട്ട് നമ്മൾ കണ്ടത് ഇതെന്താണ് സാധനം? ഇതിൻ്റെ ബോർഡൊന്നും നമ്മളിവിടെ കണ്ടില്ലല്ലോ. പശു അല്ലല്ലോ ഇത്, ആടിനെ പോലെ ഇരിക്കണ്ടല്ലേ കണ്ടിട്ട്. ആടാണോ? ആടിനെ പോലെ തന്നെ ഉണ്ട്. ആർക്കെങ്കിലും ഇതാരാണെന്ന് അറിയാമെങ്കിൽ കമൻ്റ് അടിക്കുക കേട്ടോ. ആർക്കറിയാമെങ്കിലും കമൻ്റ് അടിക്കാം. എനിക്കറിഞ്ഞൂടാ, ബോർഡ് കണ്ടില്ല, അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല അവരാരാണെന്നുള്ളത്. അവരെ അടച്ചിട്ടേക്കുവാണ് കേട്ടോ, ജസ്റ്റ് ലൈക്ക് ലോക്ക്ഡാണ് ആ ഒരു ആനിമലിന്. ബാക്കി നമ്മളിങ്ങനെ നടന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. സഫാരി പാർക്ക് ഒരു ഫോറസ്റ്റിൻ്റെ പോലെ അവർ ചെയ്തിട്ടുണ്ട്. കൂടുതലും കാട് വൈബാണ്. ഡിയർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇവിടെ. ഫിലിപ്പീൻ സ്പോട്ടഡ് ഡിയർ. യെസ്. എവിടെ? പാട്ടവണ്ടി മാത്രമല്ലേ കാണുന്നുള്ളൂ. ഡിയർ. ദൂരെ നിന്നും ഡിയർ. കള്ളു കൂട്ടിയിട്ട് ചിന്ത ഇതന്നെടാ. ഹായ്, എന്താ ഇങ്ങനെ നിക്കണതിന് നീളം കുറഞ്ഞ ഡിയറാ? ഇത് ഡിയർ, ഫിലിപ്പീനോ ഡിയർ. ദ ലാൻഡ് ഓഫ് പെയിന്റഡ് ഡോഗ്. ഇനി നമ്മൾ പെയിന്റഡ് ഡോഗ്സിനെ കാണാനാണ് പോകുന്നത്. ലാൻഡ് ഓഫ് ദി പെയിന്റഡ് ഡോഗ്സ്. പെയിന്റ് അടിച്ചിട്ടുണ്ടോ പട്ടിക്കുഞ്ഞിനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആഫ്രിക്കൻ വൈൽഡ് ഡോഗൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ വണ്ടിക്കകത്തായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നമ്മളെ ആക്രമിക്കാൻ വരത്തില്ലല്ലോ. അവർ വൈൽഡ് ആയതുകൊണ്ട് അവരെ കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. നീ നോക്കിക്കേ, ആഫ്രിക്കൻ വൈൽഡ് ഡോഗും പെയിൻറ്റഡ് ഡോഗും അപ്പുറം ഇപ്പുറമായിട്ടും ഉണ്ട്. ശരിയാ, കണ്ടിട്ടൊരു വൈൽഡൊക്കെ തോന്നുന്നുണ്ട്. ഇവർ വൈൽഡന്മാരാണോ? ഞങ്ങൾ പിന്നെ അവരെ അടച്ചിട്ടേക്കുവാണ്, ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾക്ക് നല്ല ധൈര്യമാണ്. പിന്നെ കാറ് ഫുള്ളല്ലോ ലൈക്ക് ഗ്ലാസ് ഇടണം എന്ന് ഇവർ നിർദ്ദേശം തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നോക്ക്, അവർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ നോക്കിക്കേ, അയ്യോ
ആരെങ്കിലും പോവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഗ്ലാസ് ഇട്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നത് ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നേ പോയ വണ്ടിയിൽ ഗ്ലാസ് ഇടണമെന്ന് ഇവർ പറഞ്ഞു. എന്നിട്ട് മുമ്പേ പോയ വണ്ടിയിലെ ആൾക്കാർ ഗ്ലാസ് ഇടാണ്ട് ഒരു കുഞ്ഞുവാവയുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഗ്ലാസ് ഇടാണ്ട് കുഞ്ഞ് കൈയൊക്കെ ഇട്ട് പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വേറെ അതോറിറ്റീസ് ഒന്നും കണ്ടില്ല. ഇനി നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു സങ്കല്പമാണ് കാണുന്നത് അല്ലേ? നിങ്ങൾ ആരെങ്കിലും അവിടെ ലയണിൻ്റെ മുഖം കണ്ടോ? നമ്മൾ കാണാൻ പോകുന്നത് ആഫ്രിക്കൻ ലയണിനെയാണ്. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടു ലയണിനെ കാണാനായിട്ട്. സാധനം നോക്കുമ്പോൾ ആ കേവ് പോലത്തെ സംഭവത്തിൻ്റെ സൈഡിൽ ലയൺ, ഒരു സിംഹനും ഒരു സിംഹി ഇരിപ്പുണ്ടായിരുന്നു. കാണുന്നുണ്ടോ ഗായ്ഷ്? ദൂരെ നിന്ന് കാണാൻ പറ്റും. സിംഹനും സിംഹിയും രണ്ടാളും രണ്ടിടത്ത് ഇരിക്കുകയാണ്. പക്ഷേ അവരവിടെ ക്വയറ്റായിട്ട് ഇരുന്നോട്ടെ. അവർക്കെങ്ങാനും നമ്മുടെ അടുത്തേക്ക് വരാൻ തോന്നിയാലോ? ഞങ്ങൾ അവരെ കണ്ട് യാത്രയാക്കി ടാറ്റ പറഞ്ഞ് പോവുകയാണ്. അധികം നേരം നമ്മൾ സിംഹൻ്റെ അടുത്തും സിംഹിയുടെ അടുത്തും നിന്നില്ല. എങ്ങാനും അവർക്ക് വല്ലതും തോന്നിയാലോ നമ്മളെ കണ്ടിട്ട്. അതുകൊണ്ട് നമ്മളെ പോവുകയാണ്. അടുത്ത ആളെ അന്വേഷിച്ചുള്ള യാത്രയിലാണ്. അടുത്ത ബോർഡ് നമ്മൾ കിങ്ഡം ഓഫ് വൈറ്റ് ലൈനിനെ കാണാനാണ് പോകുന്നത്. നോക്കിക്കേ, മുകളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അവിടെ ഏറുമാടത്തിൽ ആൾക്കാരുണ്ട്. നമ്മൾ വീണ്ടും ആ സഫാരി പാർക്കിൻ്റെ വണ്ടി ലക്ഷ്യമായി പോവുകയാണ്. ആ സിംഹം കിങ്ഡം ഓഫ് വൈറ്റ് ലൈൻ വലിയ പടമൊക്കെ വെച്ച് കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ചേക്കാണ് രണ്ട് സൈഡിലും. നമ്മൾ വൈറ്റ് സിംഹത്തിനെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോവുകയാണ്. പക്ഷെ ഞങ്ങൾ കണ്ടില്ല. വൈറ്റ് സിംഹം വേറെ എവിടെയോ ആയിരുന്നു എന്ന് തോന്നുന്നത്. വെള്ളം കുടിക്കാനോ ഉറങ്ങാനോ എങ്ങോട്ടോ പോയെന്ന് തോന്നുന്നു. നമ്മൾ വൈറ്റ് സിംഹത്തിനെ കണ്ടില്ല. ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു വൈറ്റ് സിംഹത്തിനെ കാണാനായിട്ട്, പക്ഷെ കണ്ടില്ല. മറ്റേ ഈ സഫാരി പാർക്കുകാരുടെ വണ്ടി പോയി നോക്കി വൈറ്റ് സിംഹം എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതിനെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കാനൊക്കെ. അതായി കാണുന്ന കേട്ടോ സഫാരി പാർക്കുകാരുടെ വണ്ടി. പക്ഷെ അവരും കണ്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ വൈറ്റ് സിംഹത്തിനെ കാണാൻ പറ്റിയില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അടുത്ത വട്ടം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. കുറച്ച് നേരം നമ്മുടെ വണ്ടി അവർ സ്റ്റോപ്പ് ചെയ്തൊക്കെ ഇട്ടിരുന്നു കേട്ടോ വൈറ്റ് സിംഹത്തിനെ കാണിക്കാൻ. പക്ഷേ അതിനെ കണ്ടില്ല. ഇങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ആനിമലിനെ അന്വേഷിച്ച് പോവുകയാണ്. സഫാരി പാർക്കുകാരുടെ വണ്ടി മുമ്പേ നമ്മൾ പിമ്പയുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രയാണം തുടരുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബർബറി ഷീപ്പ് ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളവരെ ഫീഡ് ചെയ്യരുതെന്നുള്ള വാർണിംഗ് ബോർഡ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സൈഡിൽ. നമ്മുടെ വിൻഡോ തുറക്കരുതെന്നും എഴുതിയിട്ടുണ്ട്. ഇതാരാണോ? പട്ടിക്കൂട്ടനല്ലേ ഇത്? ഇയാളെന്താ ഇവിടെ ഇയാളുടെ അല്ല ഇവിടെ കിടക്കണ്ട്. അവിടെ നിന്ന് നേരത്തെ കൂട്ടം തെറ്റി വന്ന ആൾക്കാരൊക്കെ ഇവിടെ മാറി പലയിടത്തായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ആ പട്ടിക്കുഞ്ഞില്ലേ, നേരത്തെ പെയിൻറ്റഡ് ഡോഗ്, അവരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇത് മുഗൾ സാമ്രാജ്യം പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ സെപ്പറ്റ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ അടുത്ത ആൾ ആരാണ് എന്നുള്ളത്? അടുത്ത അവിടെ ആരെയും നമ്മൾ കണ്ടില്ല. പുതിയ സാധനമാണ് ബാരസിംഗയെ കാണാനാണ് നമ്മൾ പോണത്. ഇന്ത്യയിലും നേപ്പാളിലും കണ്ടുവരുന്ന സാധനമാണ് വരാൻ വിളിച്ചിട്ട് വരുന്നില്ല. നല്ല ഇതാണ്, ബി പോസിറ്റീവ് ബ്ലഡ് ചോര തരാന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ടതാ. ഇത് ആ ജീപ്പിന്റെ ആ കാറിന്റെ മുമ്പിലേക്ക് ചേച്ചിയെ മൂത്രം ഒഴിച്ച് കാണിച്ചു അതിലൊരെണ്ണം. അത് അതിന്റെ അപ്പുറത്തുണ്ടോ? വാടകൂട്ടാ ഇങ്ങോട്ട് കയറി വാ ഒരു സെൽഫി എടുക്കാം. ഇങ്ങോട്ട് പോരെ വായോ. വരില്ലാന്ന് അവരാരും വരുന്നില്ല. നമ്മുടെ വണ്ടിയുടെ ക്ലോസപ്പ് ആയിട്ട് വന്ന് നിക്കുന്ന കണ്ടാ. നിനക്ക് എന്താ കാര്യം ചോദിക്കണം. മുന്നിൽ അതുണ്ടോ? ഞാൻ വീഡിയോ എടുക്കണ്ടോ? എന്നെ കാണാൻ എന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഹലോ മിസ്റ്റർ, ഹലോ ഹാൻസം. പോവല്ലേടാ, നിക്ക്. നീ പോയി. നമ്മുടെ വണ്ടി ക്രോസ് ചെയ്തതായ ഒരുത്തം പോകുന്നു. ആ വലിയ മനുഷ്യന്റെ അടുത്ത് ഇതോ ഇവിടെ വലിപ്പമുള്ള ഒരാളുണ്ട്. ഇവൻ ആരാന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും ഇവൻ കൊള്ളാം. ഇവന് കൊമ്പൊക്കെ ഉണ്ട്. പിന്നെ മാനിലും പശുവിലും ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ ആടിനുണ്ടായ ആടിന്റെ വലിയച്ഛനുണ്ടായ കുഞ്ഞാവ അതായിരിക്കും. പശുവിനെ പോലെ ഉണ്ട്. പശുവിന്റെ കുഞ്ഞാവെ പോലെ ഇരിക്കുന്നല്ലേ. ആരാണോ സ്റ്റൈലൊക്കെ കാണിക്കണ്ട്, നടന്നൊക്കെ കാണിച്ച് അപ്പുറത്തൊക്കെ കുറെ ഉണ്ട്. അതാ കിടക്കുന്നത്. ഇത് ബരസിംഗ. ഓക്കെ, ബരസിംഗ. അപ്പൊ മറ്റേതായിരിക്കും. മറ്റേത് ആയിരിക്കില്ല കേട്ടോ, അറിയില്ല. കളറ് കണ്ടിട്ട് എനിക്ക് തോന്നി ഇതാണ്. ഇതാരാന്നറിയില്ല.
പുള്ളി കാണാൻ കൊള്ളാം. ജാതുവിനെ പോലെ ഇരിക്കുന്നു. ജാതു അയ്യോ അത് അതിന്റെ ഇതൊക്കെ ഉണ്ട്. പോയി. അത് ആൺകുട്ടിയല്ല, അത് പെണ്ണാ. പെൺകുട്ടിയാ. അതെ, പ്രസവിക്കാൻ പോവാ. ഗർഭിണിയാണോ? അത് ഗർഭിയ. ഗർഭിണിയാ. അതിന്റെ പേരറിയാവുന്ന ഒരു കമന്റ് ചെയ്യാട്ടോ ഇത് ആരാന്നുള്ളത്. എനിക്കറിയില്ല. ഇതിൽ കുറേ ആനിമൽസിൻ്റെ കാര്യം പ്രശ്നം ഇതാണ്, ഇവർ ബോർഡ് എഴുതിക്കുന്നിടത്ത് കാണില്ല, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ കുറേ കോട്ടേജസ് പോലെ കെട്ടിയിട്ടേക്കുന്ന കണ്ടോ, അത് നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേ ചെയ്തിട്ട് ഇവരെയൊക്കെ കാണാനും ഇവരുടെ കൂടെ ചിലവഴിക്കാനും ഒക്കെ പറ്റും. അതിന് വേണ്ടിയിട്ട് കുറേ കോട്ടേജസ് പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അന്വേഷിച്ച് പോകുന്നത് ആ വൈറ്റ് ലയണി. സിംഗക്കുട്ടാ സിംഗക്കുട്ടാ, സിംഗക്കുട്ടനെ കണ്ടു കേട്ടോ. പുള്ളിക്കാരൻ എവിടെയോ ഇരിക്കേണ്ടതായിരുന്നു, പക്ഷെ പുള്ളിക്കാരൻ ഇവിടെയാണ് വന്നിരുന്നത്. കുറേ കിലോമീറ്റർ കഴിഞ്ഞ് പുള്ളി ഇങ്ങ് എത്തി. ഇങ്ങനെ പുള്ളി ഒത്തിരി ദൂരത്തിലാണ്. ഞാൻ സൂം ചെയ്തൊക്കെ നോക്കി പുള്ളിയെ കാണാൻ പറ്റുമെന്ന്, പക്ഷേ പുള്ളി വിചാരിച്ചാലേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ. പെണ്ണെങ്കിൽ ദൂരം മാറി ഇരിക്കുവാ. സുന്ദരനായിട്ടുണ്ട്. ആഹാ, എഴുന്നേറ്റ് കിടന്നോ? ഉറക്കമാണെന്ന് തോന്നുന്നു, പുള്ളിക്ക് ഭക്ഷണം കഴിച്ച് ക്ഷീണമാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല ആ ഓസ്ട്രിച്ച്, അത് നടന്ന് ഇവിടെ എത്തിയോ? ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി കേട്ടോ ഇപ്പുറത്തെത്താൻ. നമ്മൾ വണ്ടിയിൽ കണ്ട് വരുന്നതുകൊണ്ടാണ് ഇത്രയും സമയം. ഓട്ടോ പക്ഷേ അപ്പുറത്തുനിന്ന് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുമ്പേ ഇങ്ങ് എത്തി. ഓടി വരുന്നുണ്ട് ഗായ്സ്, രക്ഷപ്പെട്ടോ, ഓടിക്കോ. ദേ വന്ന് നമ്മളെ കാറിൻ്റെ മണ്ടയിൽ കണ്ടോ, അതിൻ്റെ കഴുത്ത് നോക്കിക്കേ. അതിൻ്റെ കഴുത്തിന് എന്നാ നീളമാണെന്നറിയാമോ? ഞങ്ങളുടെ കാറിൻ്റെ മണ്ടയിൽ അതിന് തല വെച്ച് അത്ര നീളമുണ്ട് അതിൻ്റെ കഴുത്തിന്. കണ്ടോ? അതിന് ഫുൾ ബോഡി എടുക്കാനായിട്ട് ഞങ്ങളുടെ കാറിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടോ? കണ്ടോ അട്ടപ്പശി നമ്മുടെ അടുത്ത് വന്ന്. സുന്ദരനായിരുന്നു. പക്ഷേ ഇതിന് മുട്ടയാ, വലിയ മുട്ടയൊന്നും കിട്ടിയില്ല. ഞാൻ തപ്പിയായിരുന്നു കേട്ടോ, റോഡിൽ വല്ലതും കിടപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. മുട്ടയൊന്നും കിട്ടിയില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ കൊക്കരിക്കുന്നുണ്ടായിരുന്നു, എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് ഫോട്ടോ എടുക്കാൻ പോസൊക്കെ തന്നിട്ട് പുള്ളി ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി. ഡിയർ നമ്മളടുത്തേക്ക് വരുന്നുണ്ട്. ഹലോ സാർ. എന്തൊരു ഭംഗിയാണ്. ഹലോ സാർ, ഇവിടെ ഇതിനകത്തേക്ക് സെൽഫി എടുക്കാൻ വരുമോ? അടുത്തായിട്ട് പശുവല്ല, ക്യാമല്. സൂം ചെയ്തോ. ക്യാമലാണ്. നമ്മളെ ക്യാമൽ കുട്ടികളാണ് അവിടെ ഉള്ളത്. ഇവര് എന്തെടുക്കാണ്? ഈ ക്യാമലിന് എന്താ 2 പൂഞ്ഞുള്ളത്? പൂഞ്ഞെന്നല്ലേ ഇതിന് പറയാ? മുതുകുള്ള മുതുക് 2 ഉണ്ടാവും ഒട്ടകത്തിന്, ഒന്നല്ലേ ഉണ്ടാവുള്ളൂ? അതുകൊണ്ടാണല്ലോ ഇത് വേറെന്തോ ഒട്ടകാന്ന് പറയുന്നത്. അല്ല, ശരിക്കും ഒരു ഒട്ടകത്തിന് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ? ഇതാണ് ബാക്ട്രിക്കൻ ക്യാമൽ. അതുകൊണ്ടാണ് 2 തോന്നുന്നു. പശുമ്പ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ. അതെ, പശുമ്പ. ഓ, ഇത് ക്യാമൽ. ഇതെന്താ ഇങ്ങനെ വരണ ക്യാമല്? ഒരു വൃത്തിയില്ലല്ലേ? എന്തൊരു 2 ആൾക്കാർക്ക് ഇരിക്കാം, ഒരാൾക്ക് ഫ്രണ്ടിൽ ഇരിക്കാം, ഒരാൾക്ക് നടുക്കും ഇരിക്കാം. അതെ, ഇങ്ങോട്ട് താടിയൊക്കെ ഭംഗിയുണ്ടല്ലേ? ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ കാർ ലക്ഷ്യമാക്കി ഈ ക്യാമൽ വരികയാണ്. അയ്യോ, എന്നെ നോക്കി വരണ്ട. എത്ര മതി, എത്ര ദൂരം മതി. കുറച്ചുകൂടി മുന്നോട്ട് വരാം. വരൂ. അത്രയില്ല, അതുകൊണ്ടാ. അയ്യോ ക്യാമൽ, ഒരു ഉമ്മ വരാം. വരുന്നില്ല ആ ക്യാമൽ. നോക്കിക്കേ, അതിന് എന്തെല്ലാം പ്രത്യേകതയല്ലേ ആ ക്യാമലിനുള്ളത്? താടിയുണ്ട്, കാലിലൊക്കെ പ്രത്യേകതയുണ്ട് അല്ലേ? അത് കഴിക്കട്ടെ. അതിന് മുടി പെണ്ണാണെന്ന് തോന്നുന്നു. സ്റ്റൈല് ഉണ്ടോ അവളുടെ? പെണ്ണാണോ അല്ലേ? കൊരങ്ങനെ പോലെ ഉണ്ട്. അതെ, എന്തോ ഒരു വെറൈറ്റി ക്യാമലാണല്ലേ. വരില്ല, പോസ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് വേണ്ടിട്ട്. അത് എത്രയും നിന്ന്. അതെ, എല്ലാരും അവിടെ തിരിഞ്ഞു നിൽക്കുമ്പോ പിന്നാമ്പുറം കാണിച്ചപ്പോ ഇവളെ മുന്നാമ്പുറം നിൽക്കുകയുള്ളൂ. അതെ, ഞാൻ പോവാ. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് കൊമ്പുള്ള മാനിന്റെ ഏതോ ഫാമിലിയാണ് കേട്ടോ. ഈ കൊമ്പുള്ളതാണ് പുരുഷൻ, ബാക്കിയുള്ളവരെല്ലാരും സ്ത്രീകളാണേ. നല്ല ഭംഗിയുണ്ട് പുരുഷനെ കാണാൻ, നല്ല തലയിടുപ്പോടുകൂടി നിൽക്കുന്നുണ്ട്. കാമലിന്റെ അടുത്ത് പോയിട്ട് 2 കൂടി സംസർഗിച്ചാ വേറെ ബുദ്ധി. ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ. ഈ പറഞ്ഞ നമുക്കിത് പരിഗണിക്കാവുന്നതാണ്. അത് നമുക്ക് തോന്നിയ പോരാ, അവർക്ക് കൂടെ തോന്നണ്ടേ. നമ്മളിപ്പൊ കണ്ടതായിരുന്നു ഫോർമോസ്കൻ സിക്കാഡിയർ. ഇതാണ് ഗൈസ് ആ പറഞ്ഞ കൗ. കാണുന്നില്ലല്ലേ? കൊമ്പ് കാണാനില്ല. കുറച്ച് കാർ ബേക്കിലേക്ക് എടുക്കൂ, കുറച്ച്, എന്നാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ പോകുന്ന വഴി കറക്റ്റ് തന്നെയല്ലേ? ബാക്കിൽ ആരെയും കാണുന്നില്ല. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ദാദാ പശുമ്പ. ഡക്കിന്റെ കൂടെ ആനയും ഉണ്ട്. ആനയെ കാണാൻ പറ്റുന്നില്ല. അന്നടാന്ന് കാണുന്നത് ഇതാണ്. അന്നന്നിട്ട് നടക്കുന്നുണ്ട.
ആഫ്രിക്കൻ എലിഫന്റ് എത്തി. ആഫ്രിക്കൻ എലിഫന്റ്. ഇവർക്കൊക്കെ ഒരു ശോഷണം സംഭവിച്ച പോലെ ഉണ്ട്. അത് എന്തുവാ, വിന്റർ അല്ലേ, തണുപ്പ് കാരണം. നമ്മുടെ ആനയാ നല്ലത്. നമ്മുടെ ആനയാ നല്ലത്. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആനക്കുട്ടൻ ശോഷിച്ചിരിക്കുന്നു എന്നാണ് വ്യാപകമായ പരാതി. ചെറുതിന്റെ തല പുറത്തിട്ടത് കാറിന്റേതാ ഇത്. വിൻഡോ തുറക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. കുഞ്ഞി കുട്ടിയൊക്കെ അവർ തുറന്നിട്ടേക്കുക. എല്ലാവർക്കും ഈ ആനക്കുട്ടന് മെലിഞ്ഞു പോയതിൻ്റെ ഒരു സങ്കടം നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെയും രാമേന്ദ്രൻ്റെയും ജിറാഫുട്ടന്മാരെ കണ്ടത്. ഈ എന്നാ ഭംഗിയാന്ന് നോക്കണേ, നല്ല തലയെടുപ്പുണ്ട്, സൂപ്പറാ. ആ പോസ് ചെയ്യുന്നു, നമ്മുടെ വണ്ടിക്ക് കുറുകെ നടന്ന് കാണിക്കുന്നു. എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. എന്താണെങ്കിലും നല്ല ഭംഗിയുണ്ട്, സൂപ്പറാണ്, സുന്ദരന്മാരാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് പോയി കാണിച്ചു തരുന്നുണ്ടോ, കണ്ടോ? മിടുക്കന്മാർ. അതിൻ്റെ ഇടയിൽ കോട്ടേജുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് നല്ല ഭംഗി ആയിരിക്കുവേ. കണ്ടോ, ആൾക്കാരൊക്കെ പുറത്തിറങ്ങി കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ കോട്ടേജിലൊക്കെ. അത് നമുക്ക് റെൻ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവരെയൊക്കെ നോക്കൂ. അയ്യോ, കഴിക്കുവാണ് ജിറാഫ്. എന്തോ ജിറാഫിൻ്റെ കഴുത്തിൽ എത്ര കശേരികളുണ്ട്? 7. പണ്ട് GK പഠിപ്പിച്ചൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇന്നലെ പഠിപ്പിച്ച ഓർമ്മയില്ല, പക്ഷെ പൊണ്ടങ്ങാണ്ട് GK പഠിപ്പിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആണെന്ന് തോന്നുന്നു കേട്ടോ. തെറ്റാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ശരിയാണെങ്കിലും കമൻറ്റ് ചെയ്യണേ. ജിറാഫൂട്ടന്മാരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവർ നടന്നും ഓടിയൊക്കെ ചാടിയൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ജിറാഫാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അതിന് എന്താണത് കഴിക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്തോ മരത്തിൽ കെട്ടിയിട്ട് കൊടുത്തേക്കുന്ന അതിൻ്റെ ഭക്ഷണം അത് കഴിക്കുന്നുണ്ട്. ആ വീടുകളിൽ താമസിക്കുന്നവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുമായിരിക്കും. ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. വെക്കേഷനൊക്കെ വന്ന് താമസിക്കുമ്പോൾ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. നല്ല ഭംഗിയുണ്ട് ഇവരെ കാണാനായിട്ട്. ഇവിടെ അഡ്വഞ്ചർ കണ്ടിന്യൂ ആവുകയാണെന്ന് പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. സീ ലയൺസ്, ട്വിലൈറ്റ് കേവ്, ആഫ്രിക്കൻ വില്ലേജ്. ഇവിടേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഗോയ്സ്. പെൻഗ്വിൻ കേവിൽ വന്നു. പെൻഗ്വിൻ കേവ് ആണ്ട TV പെട്ടിക്കകത്ത് കണ്ട പെൻഗ്വിനുകളൊക്കെ ഡാൻസ് കളിക്കുന്നു. അവരെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൂപ്പർ. എല്ലാവരും കൂടെ വന്ന് നിൽക്കുക നിര. തോർത്ത് വേണോ? തോർത്താന് തോർത്തി തരണാ? കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും കൂടെ തോർത്തിക്കൊണ്ടിരിക്കുക. ഗോളി കഴിഞ്ഞ് പറന്നു ചെയ്ത് പോണല്ലോ. ആഹാ, വെള്ളത്തിൽ കൂടെ പോണ്. വരണ സ്വിം ചെയ്ത് മെഡിക്കന്മാര്. കളിയട കളി കാണട്ടെ. ആഹാ, മെഡിക്കൻ, ഗുഡ് ബോയ്. അടുത്ത എല്ലാരും കൂടി നീന്താ. വായോ. ഞങ്ങൾക്ക് നടക്കാൻ വയ്യ. ഞങ്ങൾ പണ്ടത്തെ ബംഗാളി കുടുംബം. അതെ, നിങ്ങളെന്താ ഇറങ്ങി വാ, ഇങ്ങട് റെസ്റ്റ് എടുത്തത് മതി, വെള്ളത്തിൽ കളിക്കി. വായോ, തണുക്കണു വയ്യാന്ന്. അവരാരും വരണില്ല. ഒരു കളിക്ക. കുളി കഴിഞ്ഞിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് പെൻഗ്വിൻസ് ഇവിടെ വന്നിട്ട് കണ്ടേ തൂലും പറിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് പെൻഗ്വിൻ കുളി കഴിഞ്ഞിട്ട് വരാനുള്ള പെര, കുളിപ്പെര കഴിഞ്ഞിട്ടുള്ള പെര. നല്ല ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. ഇവിടെ ലാൻഡ് ഓഫ് ലിവിങ് ഡൈനോസേഴ്സിൻ്റെ ലാൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡൈനോസറിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവരിങ്ങനെ. ഒറിജിനൽ ഈ ഡൈനോസറിൻ്റെ ബോണുകളൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത് ഇവർ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന്. എല്ലാവർക്കും ഡൈനോസറിൻ്റെ മായാ വിസ്മയ ലോകത്തേക്ക് സ്വാഗതം. ഡൈനോസറിൻ്റെ എവല്യൂഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് കഥ എന്നൊക്കെ ഉള്ളത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി ലേഖനം ചെയ്ത് ഒരു ഗ്രാഫിക്സ് ഒക്കെ കൊടുത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് കഥയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. എവല്യൂഷണറി തിയറി ഒരു ചെറിയ രീതിയിൽ ഒരാക്കി കാണാൻ ഭംഗിയുണ്ടായിരുന്നു. എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഡൈനോസർ കുഞ്ഞുങ്ങൾ ഉണ്ടായത്. നമ്മുടെ കണ്ടോ, ഡൈനോസർ കുഞ്ഞുണ്ടായി കഴിഞ്ഞു. ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുക കുറേ ഡിനോസർമാർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു ഡിനോസറിൻ്റെ വാലൊക്കെ കാണുന്നുണ്ട്. വലിയക്കാട്ടൻ ഡിനോസർ. അയ്യോ, ബട്ടർഫ്ലൈസ്, വലിയക്കാട്ടൻ ഡിനോസർ കണ്ടാ. ഇവിടെ ഡൈനോസേഴ്സിനൊക്കെ പേരുകളുണ്ട് കേട്ടാ. ആണ്ട് വലിയക്കാട്ട് ഒരെണ്ണം തോന്നിക്കുന്നുണ്ട്. എൻ്റെ ഫോണിൽ പോലും കൊള്ളുന്നില്ല ഗൈസ്. വലിയക്കാട്ടം ഇഷ്ടം പോലെ ഡൈനോ ഉണ്ട്. ഡൈനോസേഴ്സ് ഇതെന്താണിത്? ചിറകുള്ള ഡൈനോസറോ? ഇല്ല,
പേരാണ് ഡൈമെട്രോഡോൺ. ആ എന്ത് ഡൈമെട്രോഡോൺ. ഡൈമെട്രോഡോൺ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് പുള്ളിക്കാരത്തേക്ക് അറിവൊന്നുമില്ല. ഡൈമെട്രോഡോൺ 2 മെഷേർഡ് ഓഫ് ടൂത്ത്. നമ്മൾ ഡൈനോസർ കോട്ടയിൽ നിന്ന് ഇതുവരെ പുറത്ത് കടന്നിട്ടില്ല. നമ്മൾ ഡൈനോസർ കോട്ടയിൽ അകപ്പെട്ട് പോയി. കുറേ ഡൈനോസ് ഉണ്ട് ഇവിടെ. മരത്തിനകത്ത് കയറാൻ പോകുന്ന ഡൈനോ ഉണ്ട്, താഴെ നിലത്ത് നിൽക്കുന്ന ഡൈനോ ഉണ്ട്, പിന്നെ നടന്നു പോകുന്ന 2 ജീവനുള്ള ഡൈനോസ്. അതിൻ്റെ കഴുത്തിന് നീളം നോക്ക്. അയ്യോ എന്നാ നീളമാണോ ഈ ഡൈനോക്ക്. നോക്ക് അടുത്ത ഡൈനോ. നീ കഴുത്തിന് നീളം കുറഞ്ഞ ഡൈനോയും കഴുത്തിന് നീളം കൂടിയ ഡൈനോ ഉണ്ട്. മാമൻ ചിസാഴ്സ്, മാമൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആണ് മാമൻ ചിസാഴ്സ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അയ്യോ നമ്മൾ ഡൈനോയുടെ പണ്ടെങ്ങാണ്ട് മരിച്ചുപോയ ഡൈനോന്റെ സ്കെലിട്ടൺ ഞാൻ കണ്ടുപിടിച്ച്. റിസർച്ചിനും കോൺവെർസേഷൻ ഗസ് വാട്ട്. ഇത് റൈനോ അല്ലേ? നമ്മൾ ഡൈനോയുടെ അടുത്തല്ലേ ഉള്ളത്? സ്കെലിട്ടൺ. ഞങ്ങൾ കണ്ടെത്തി കുറച്ച് സ്കെലിട്ടൺ. ഡു നോട്ട് ടച്ച് ആണ് കേട്ടാ. അത് തന്നെ നമ്മളെ ജോംസ് വേണ്ടെന്ന്. ഇത് നോക്കിയത് ഒറിജിനൽ ആണോ എന്തോ. ആണ്ട് ക്രൊക്കഡൈലുണ്ട്. ക്രൊക്കഡൈൽ ചിലപ്പോൾ ഈ മുതല തിന്നതായിരിക്കും ഈ ഡൈനോസറിനെ. അതുകൊണ്ടാണ് ഇത് സ്കെലിട്ടൺ ആയി പോയത്. ഒയ്യോ വലിയ കാട്ടം വാല്, വലിയ വാല് ഈ ഡൈനോയ്ക്ക്. അയ്യോ ഇതാരാണിത്? പെരാഡോൺ. ടെറാനോഡോ. റൈനോ കാർഡാണ് ഫുള്ള്. റൈനോ കാർഡ് വലിയ വലിയ ഡൈനോകളാണ് ഫുള്ളും. നമ്മളെ പിടിച്ച് തിന്നും ജീവൻ വന്ന. ഇത് നോക്ക്. ഇത് പറക്കണ റൈനോ അല്ല ഡൈനോ. ഡൈനോയും റൈനോയും കൂടെ വഴുതി പോകുന്നു. നമ്മൾ ഡൈനോ മൂവി കാണുന്നതാണ് കൈപ്പോയല്ലേ ഇത്. വലിയ കാട്ടൻ ഡൈനോസർ. ഇത് കടിക്കോ? ഡൈനോ കോട്ടയിലേക്കാണ് നമ്മൾ കയറിയത്. സംസാരിക്കുന്ന ഡൈനോ. ഉണ്ടതാ, ഇതിന് ജീവനുണ്ട്. അയ്യോ ബട്ടർഫ്ലൈസ്, ഇതിന് ജീവനുണ്ട്. വാ തുറക്കണ് നോക്കിയാണ്. വാ തുറക്കണ്. അയ്യോ ഇത് ഇറങ്ങി വരുമോ? നമ്മളെ കടിക്കോ ഇത്? അയ്യോ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നല്ലേ. കൈയൊക്കെ വിറയ്ക്കുന്നത് എന്റെ. അയ്യോ കൈ അനങ്ങണ്. കൈ. അയ്യോ വാ തുറക്കണ്. അയ്യോ വാതാ തുറക്കണ്. അയ്യോ ഇത് കടിക്കോ? അയ്യോ തുറക്കണ. വാ പേടിയാവണേ, രക്ഷിക്കണേ, നാട്ടുകാര് ഓടി വരണേ, ഈ സാധനം എന്നെ കടിക്കാൻ പോണേ. ഇതിന്റെ പേരെന്തിന്? ട്രയാനോസേഴ്സ് റെക്സ്. വായിക്കൊള്ളാത്ത പേരുകളാണല്ലോ ദൈവമേ ഇതിനെ. അയ്യോ ഇത് തലയൊക്കെ അനക്കി, കൈയൊക്കെ അനക്കുന്ന്. ഇതെന്നെ കടിക്കോ? രക്ഷിക്കൂ. നമ്മളേതോ ഒരു കാട്ടിലോട്ട് വന്നു. എന്തരാണിത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ? സ്നേക്കോ? കൊരങ്ങോ? ഡൊറോക്കുലി. ആരാണിത്? ഡൊറോക്കുലിയാണ് ഗൈസ്. ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എവിടെയാണോ എന്തോ, കണ്ണു പോലും ശരിക്കും കാണുന്നില്ല. ചെളിവെള്ളമൊക്കെയാണ്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പല്ല് പോവും. അവിടെ ദാ തൂങ്ങി കിടക്കുന്നു. ഇവിടെ തൂങ്ങി കിടപ്പുണ്ട് ആ സാധനം.
ഡെറോക്കുലീസ് തീരെ ആരൊക്കെ പറന്നുകൊണ്ട് ഡേ ദാണ്ട് ഇവിടെ തൂങ്ങി കിടക്കുന്നടി കണ്ടാ. അപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ കാണും. മീനുകളുണ്ട് കേട്ടോ ഇതിൻ്റെ. പറക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഫുള്ള് ഇരുട്ടാ. ഒറ്റ ഫ്ലോറാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഫുള്ള് ഇരുട്ടാ, കണ്ണ് കാണുന്നില്ല. വൈ ഡു ബാറ്റ്സ് മാറ്റർ? സോ ബാറ്റ്സിൻ്റെ ഫാമിലിയുള്ള ആരൊക്കെയാണേ. നമ്മൾ പുറത്തെത്തി അവസാനം. പുറത്തെത്താൻ കുറച്ച് കഷ്ടപ്പാടാം. കുഞ്ഞാവയൊക്കെ കഴിയുന്നുണ്ട്. അയ്യോ ഞാൻ പുറലോകത്തെത്തി ഗൈസ്, പുറലോകത്തെത്തി. ഫ്രീ ഫ്ലൈയിങ് ബാറ്റ്സ് ആയിരുന്നു അത്. ഇരുട്ടായതൊന്നും കണ്ടില്ല. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.